ല്ലാതെ പുതിയതായ എന്തിനേയും അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ഒരു തലമുറ ഏകദേശം തീരാറായി കഴിഞ്ഞു. അവരെ നമ്മൾ എന്തിന് അല്ലെങ്കിൽ അവരെ എന്ത് പുതിയ സംഗതി കണ്ടാലും, ഇപ്പോ ഒരു പെൺകുട്ടി മൂടി ബോബ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു മിടിയിട്ടാൽ അവർ പറയും അയ്യേ, അതാണ് അയ്യേയുടെ കാലം. എന്തിനും അവർക്ക് മടിയായിരിക്കും. പുതിയ തലമുറ നേരെ തിരിച്ചാണ്. ഈ എയുടെ കാലത്ത് എന്തിനും എല്ലാവരും റെഡിയാണ്. വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന, വളരെ പോസിറ്റീവായി പെരുമാറുന്ന, വളരെ പോസിറ്റീവായി ഫ്യൂച്ചറിനെ കാണുന്ന ഒരു തലമുറയാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരിൽ കൂടുതലും. എങ്കിലും മഹാത്മജി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മറക്കാതിരിക്കുക. ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാട്ടുകാരെ വെറുപ്പിക്കാതെ ജീവിച്ചാൽ അത് നമുക്കും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും തീർച്ചയായിട്ടും നല്ലതേ വരൂ, ഗുണമേ ചെയ്യൂ. താങ്ക് യു. നമ്മുടെ കാലത്ത് നമ്മുടെ നാട്ടില് ഒരു ജോലി കിട്ടണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കിടക്കണം. ജാതി പറയണം. ജാതി പറഞ്ഞാൽ തന്നെ ജോലിയില്ല, കാശ് കൊടുക്കണം, കാശ് കൊടുത്താൽ ജോലിയില്ല. നിരവധി പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ ജാതി ഒരു കടമ്പയാണ്. ജാതിയുടെ അനുമാനത്തിലാണ് അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നത് പോലും. ജാതി ഉണ്ട് എന്ന് പറയുന്നവനെ അറസ്റ്റ് ചെയ്യുന്ന പോലീസിനെയാണ് നാം കണ്ടത് ഈ കഴിഞ്ഞ കാലത്ത്. പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്യാം, ജയിലിലടയ്ക്കാം, തുറങ്കിലടയ്ക്കാം, കൊല്ലാം. പക്ഷേ ആശയങ്ങളെ ഒന്നും ചെയ്യാൻ ഒരു നിയമത്തിനും സാധിക്കില്ല. പറയാനുള്ളത് പറയും, പാടാനുള്ളത് പാടും. അവൻ പാടി വരും. ഇതാക്കാണ് വാടാ വേടാ. എന്താ കാര്യം? എന്തിനാണ് നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നത്? ഇവൻ ഞങ്ങളുടെ രാജാവിനെ കൊന്നു. ഇവൻ ജാതി പറയുന്നു. കേട്ടിട്ടില്ലേ? ഒരു വേടൻ പോരിൽ മരിച്ചാൽ 1000 വേടം ഉയർത്തെഴുന്നേൽക്കും.
Let us stand